നമസ്കാരം. ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി IPL-ലെ രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹീറോയായി മാറിയ ശുഭ്മൻ ഗില്ലിനെ വാനോളം പ്രശംസിച്ച് ഫാൻസ് എത്തുന്നു. സഞ്ജു ആരാധകർക്ക് തീരെ ഇഷ്ടമല്ലാത്ത, അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പലപ്പോഴായി താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ, ട്രോളുന്ന രീതിയിലും സഞ്ജുവിനെ യാതൊരു ഇഷ്ടവുമല്ലാത്ത രീതിയിൽ ഗില്ല് പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ മലയാളികൾക്ക് പൊതുവെ ഇഷ്ടമില്ലാത്ത താരം തന്നെയാണ് ശുഭ്മൻ ഗിൽ. പക്ഷെ കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ച ഗംഭീര പെർഫോമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്ത്യൻ T20 ടീമിലേക്ക് ഒരു മടങ്ങിവരവ് അദ്ദേഹം തീർച്ചയായും അർഹിക്കുന്നുണ്ടെന്നും അടുത്ത ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും ബെസ്റ്റ് ആണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്ത് GT ഫൈനലിലേക്ക് കുതിച്ചപ്പോൾ ഗില്ലായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. സെഞ്ചുറി ആയിട്ടാണ് ഗില്ല് ടീമിന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഗംഭീര ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു. 215 റൺസ് വിജയലക്ഷ്യമാണ് GTക്ക് RR നൽകിയത്. 6 ബോളുകൾ ശേഷിക്കെ വെറും 3 വിക്കറ്റിന് GT ഇത് മറികടക്കുകയും ചെയ്തു. 53 ബോളിൽ 104 റൺസ് അടിച്ചെടുത്താണ് ഗില്ല് ക്രീസ് വിട്ടത്. 15 ഫോറുകളും 3 സിക്സറും ഇതിൽ ഉൾപ്പെടുന്നു. ഈ സീസണിലെ ആദ്യ സെഞ്ചുറിക്കൊപ്പം ഇത്തവണ 700+ റൺസും അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടെയാണ് ഗില്ലിനെ ഇന്ത്യൻ T20 ടീമിലേക്ക് തിരികെ വിളിക്കണമെന്നുള്ള ആവശ്യം പലരും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. ഗിൽ ഒട്ടും മോശക്കാരനല്ല എന്ന് തെളിയിച്ച ഒരു കാര്യം കൂടിയാണ്. ഗൗതം ഗംഭീറും സെലക്ടർമാരും ശുഭ്മൻ ഗില്ലിനെ ഇന്ത്യൻ T20 ടീമിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കിയത് സ്വന്തം രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സഹപ്രവർത്തകനായ സൂര്യകുമാർ യാദവിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി മാത്രമായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. ശുദ്ധമായ പ്രതിഭകളെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ സൂര്യകുമാറിനെ പോലെയുള്ള ഒരു ഡമ്മി ക്യാപ്റ്റനെയും അഭിഷേക് ശർമ്മയെ പോലെയുള്ള ഒരു അന്ധനായ സ്ലോഗറെയും അവർ കളിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഗില്ല് കരഞ്ഞില്ല. അദ്ദേഹം പുറത്തുപോയി 2026-ലെ IPL എല്ലാ എതിരാളികളെയും പൂർണ്ണമായും തകർത്തു. ഇപ്പോൾ അദ്ദേഹം RCBയെ നേരിടാൻ പോവുകയാണ്, തയ്യാറെടുക്കുകയാണ് ഫൈനലിലേക്ക്. അഴിമതി നിറഞ്ഞ ഒരു സംവിധാനത്തിനെതിരായ ആത്യന്തിക പ്രതികരണമാണിത്. T20 ലോകകപ്പിന് മുൻപ് ടീമിനെ തന്നെ ഇന്ത്യൻ പുറത്തായ ശുഭ്മൻ ഗിൽ ശാന്തനായി നിലകൊള്ളുകയും തന്റെ ബാറ്റ് കൊണ്ട് സംസാരിക്കുകയും ചെയ്തുവെന്ന് പ്രതികരിക്കുന്നവർ പറയുന്നു. IPL പ്ലേ ഓഫുകളിൽ ഏറ്റവും ഉയർന്ന റൺ ചേസിലേക്ക് ടീമിനെ നയിച്ചുകൊണ്ടിരുന്ന സെഞ്ചുറി നേടുന്നതും അദ്ദേഹമാണെന്ന്. 700-ലധികം റൺസ്, സ്ട്രൈക്ക് റേറ്റ് 164, ഡു ഓർ ഡൈ ഗെയിമിൽ പ്ലെയർ ഓഫ് ദി മാച്ച്. ഗിൽ ഒരു ഗർജനത്തോടെ തിരിച്ചെത്തുകയാണ് എന്നൊരു ആത്മവിശ്വാസം. അടുത്തത് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ IPL ഫൈനൽ കൂടിയാണ് നമ്മൾ കാണുന്നതെന്നും കപ്പെടുക്കാൻ GT തയ്യാറായി കഴിഞ്ഞു എന്നുമാണ്. ഇപ്പോൾ ശുഭ്മൻ ഗിൽ 722 റൺസ്, ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്രിയങ്കരനായ സഞ്ജു സാംസന്റെ വെറും 477 റൺസ് എന്നത് എടുത്തു പറയുന്നുണ്ട്. 2 സെഞ്ചുറികളും ഒരു 50യും മാറ്റി നിർത്തിയാൽ ശേഷിച്ച 11 ഇന്നിംഗ്സുകളിലും സഞ്ജു ഫ്ലോപ്പ് ആണെന്നും, എന്നാൽ ഗില്ലിനെ നോക്കുവെന്നും 15 ഇന്നിംഗ്സിൽ ഒരു സെഞ്ചുറിയും 6 50യും അടക്കം 700-ന് മുകളിൽ റൺസ് ഉണ്ടെന്നും പറയുന്നു.